അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിനോട് കൂടെ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലെ നീരാവി തണുക്കുകയും അതിനോട് കൂടെ പൊടിപടലങ്ങൾ ചേർന്നുകൊണ്ട് അന്തരീക്ഷത്തിൽ നമുക്ക് മറ്റൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലായി മാറിയാൽ 1 കിലോമീറ്ററിനുള്ളിൽ ഉള്ളത് പോലും കാണാൻ പറ്റാത്ത രീതിയിലായാൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് എന്നും അല്ലെങ്കിൽ 1 കിലോമീറ്റർ വരെ കാണാൻ കഴിയുന്നതാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നേർത്ത മൂടൽമഞ്ഞ് എന്ന് വിളിക്കാം. അടുത്ത സ്മോഗ്. വ്യാവസായിക മേഖലകളിൽ പുകയും അതുപോലെ മൂടൽമഞ്ഞും കൂടി ചേർന്നുണ്ടാകുന്ന ഒരവസ്ഥയാണെന്ന് പറയുന്നത് സ്മോഗ് എന്ന് പറയുന്നത്. ഇത് ഗതാഗതത്തിന് വരെ തടസ്സം സൃഷ്ടിക്കാറുണ്ട് എന്നാണ് സാധാരണ രീതിയിൽ പറയാറുള്ളത്. അടുത്തത് നമുക്ക് മേഘങ്ങളെക്കുറിച്ച് അഥവാ ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ ഘനീകരണ രൂപങ്ങളിൽപ്പെട്ട ഒന്നാണ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ അത്രയും വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് അന്തരീക്ഷത്തിൽ അവ എന്ത് ചെയ്യുന്നു? അവിടെ തങ്ങി നിൽക്കുന്നു. മാത്രമല്ല ആകാശത്തിൻ്റെ വിവിധതരം മേഘങ്ങൾ ഉണ്ട്. ആകാശത്തിൽ വിവിധതരം മേഘങ്ങളുണ്ട്. രൂപത്തിൻ്റെയും ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ വിവിധ തരമായിട്ട് നമുക്കതിനെ തരംതിരിക്കാൻ കഴിയും. അപ്പോൾ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരത്തിലുള്ള മേഘങ്ങളാണ്. ഒരു സിറസ് മേഘം അഥവാ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉയർന്ന ഭാഗങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്നതാണ് സിറസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിതാനങ്ങൾ കനത്ത പാളികളായി കാണുന്നു. ഒക്കെ അതിന് ചിത്രം സൈഡിലുണ്ട് കേട്ടോ. നിങ്ങളെ പുസ്തകത്തിൽ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്യൂമുലസ് മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെയുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ, ലംബദിശ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റിൽ കുത്തനെ കുറേ വ്യാപിച്ച് കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും ആ ഫോട്ടോത്തിലുള്ള പോലെ. നിംബസ് മേഘങ്ങളാണ് അടുത്തത്. അഥവാ താഴ്ന്ന വിതാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണിവ. ജലകണികകൾ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. അപ്പം മേലെ ഉള്ള ഓരോ മേഘങ്ങളും ഇതൊന്നും സ്വതന്ത്രമായിട്ടല്ല നിലനിൽക്കുന്നത്. ചിലപ്പം 2 മേഘങ്ങൾ ഒരുമിച്ചൊക്കെ ആയിരിക്കും നിലനിൽക്കുക. ഒരു ഉദാഹരണമായിട്ട് ക്യൂമുലസും അതുപോലെ തന്നെ നിംബസും ചേർന്ന് നിലനിൽക്കാറുണ്ട്. അതിന് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ക്യൂമുലോ നിംബസ് എന്ന പേരിൽ വിളിക്കാറുണ്ട്. അപ്പോൾ മേഘങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. അഥവാ ഓരോന്നും വേറിട്ട് നിൽക്കുന്നതായിട്ട് വളരെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അടുത്തത് ഉയരത്തിൻ്റെ മേഘം കാണുന്ന ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വേർതിരിക്കാൻ പറ്റും. ഒന്ന് വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ അഥവാ ഹൈ ക്ലൗഡ് എന്ന് പറയും. 20,000 മുതൽ 40,000 ഫീറ്റിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അടുത്ത മധ്യമേഘങ്ങൾ മീഡിയം ക്ലൗഡ് 7,000 മുതൽ 20,000 ഫീറ്റ് ആയിരിക്കും. 7,000 മുതൽ 20,000 അടിയായിരിക്കും. അടുത്തത് താഴ്ന്ന മേഘങ്ങൾ ലോ ക്ലൗഡ്, അത് 7,000 അടിക്കും താഴെയായിരിക്കും. അടുത്തത് കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ക്ലൗഡ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് 2,000 മുതൽ 30,000 ഫീറ്റ് വരെ. ഇനി നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനി ഈ ജലകണികൾക്ക് തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ ഉണ്ടായാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഓക്കെ, സ്പീഡ് ഉണ്ടെങ്കിൽ ഒരു 3-4 വട്ടം ഇത് കാണാം, കൃത്യമായിട്ട് മനസ്സിലാക്കുക.